Hello everybody. I hope you people are going well. Okay, today's class is the last topic from module 2. Okay, അപ്പൊ ഇതുവരെയുള്ള ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് എന്തായാലും മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു. കുറേ തിയറി പോർഷൻ പിന്നെ ഫിഗർ അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. ഓക്കെ, അപ്പൊ അതിൽ ലാസ്റ്റ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ഫിഗർ, കുറച്ച് എന്താ പറയാ, നമ്മുടെ പ്രോബ്ലം വരുന്ന കുറച്ച് ഡെറിവേഷൻ അല്ല ഇക്വേഷൻ. ഓക്കെ, അതേപോലെ തന്നെ കുറച്ച് തിയറി പോർഷൻ കുറച്ച് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ഫിഗറൊക്കെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് നമുക്ക് ചെയ്യാം, വർക്കായിട്ട് ചെയ്യാം. ഓക്കെ, എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ടോപ്പിക് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പക്ഷെ ടൈം കൺസ്യൂമിങ് ആവുകൊണ്ട് മുഴുവനൊന്നും പറഞ്ഞില്ല. ഓക്കെ, diffusion. What is diffusion? Diffusion is a phenomenon of material transport by atomic motion. ഒരു ആറ്റം, സപ്പോസ് നമ്മളൊരു സെല്ല് കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഏരിയയിൽ ഇവിടെ ഇങ്ങനെ ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആറ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ചില കേസിൽ ഇതിന്റെ ഒരു പൊസിഷൻ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ആറ്റംസിന്റെ പൊസിഷൻ ആ ഒരു ലെവലിൽ നിന്ന് ചേഞ്ച് ആയിട്ടുണ്ടാവും. ലൈക്ക് നമ്മളിപ്പോ പോയിന്റ് ഡിഫക്ട്സിനെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഈ പോയിന്റ് ഡിഫക്ട്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു മൂവ്മെന്റ് വരും. അപ്പൊ ഇവിടെ കണ്ടൊരു പോർഷൻ ഇപ്പൊ ഇങ്ങനെയുള്ള ആറ്റം അറേഞ്ച്മെന്റ് ആയിരിക്കും ഈ അടുത്ത മൂവ്മെന്റിൽ വരുന്നുണ്ടായിരിക്കാം. ഇതിന്റെ പൊസിഷനിൽ കുറച്ച് ചേഞ്ച് ഉണ്ടായിരിക്കും. ഇപ്പൊ നെക്സ്റ്റ് ഈ ഒരു പോർഷനിൽ വരുന്നതിന് പകരം ഇവിടെ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളത് താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ പൊസിഷൻ ചേഞ്ച് വരികയാണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഡിഫ്യൂഷൻ. അതിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ ഏരിയയിൽ നിന്ന്, സാധാരണ ഡിഫ്യൂഷൻ പറയുമല്ലോ, ലോവർ ലെവൽ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ ലെവൽ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ അത് നമ്മൾ ചെയ്യാറുള്ളത് നമ്മുടെ ഈ ഫ്ലൂയിഡ് മൂവ്മെന്റിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ ബോട്ടണി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആറ്റം തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അറ്റോമിക് മോഷനിലാണ്, ആറ്റോമിക് മോഷനാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് മെറ്റലർജിയിൽ വരുന്ന ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. ആറ്റംസ് മൂവ്മെന്റ് ആണ്, ട്രാൻസ്പോർട്ട് ചെയ്യാണ്. ഒരു ലെവലിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവുന്നതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. The process of mass flow by which the atoms change their position relative to their neighbors under the influence of thermal energy and gradient. Okay, thermal energy, ഇപ്പോൾ ഹീറ്റ് ചേഞ്ച് ഉണ്ടാവുമ്പോഴായിരിക്കാം, ഈ ഹീറ്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാവുമ്പോഴാവാം ഇതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആറ്റം ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ടാവുക. ദാറ്റ് ഈസ് നോൺ ആസ് ഡിഫ്യൂഷൻ. This process whereby the atoms of one metal diffuse into another is termed as interdiffusion or impurity diffusion. ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ക്ലാസ് തന്നെ ആ ഒരു ലെവലിലാണ് എടുത്തിരുന്നത്, ഇമ്പ്യൂരിറ്റീസിനെ പറ്റിയിട്ടൊക്കെയാണ് എടുത്തിരുന്നത്, ഈ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് പോർഷൻ. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ച് ആണ് ഈ ഒരു ഇമ്പ്യൂരിറ്റി. ഇപ്പൊ മേ ബി വാക്കൻസി ആണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം മൂവ്മെന്റ് വരുന്നതാണ് ഇമ്പ്യൂരിറ്റി ഡിഫ്യൂഷൻ ഓർ ഇന്റർ ഡിഫ്യൂഷൻ എന്ന് പറയും. പേരുകൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം. ഇമ്പ്യൂരിറ്റി ഡിഫ്യൂഷൻ ഓർ ഇന്റർ ഡിഫ്യൂഷൻ. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് അതിന്റെ ഫിഗർ ഒക്കെ ഒന്ന് നോക്കാം. Diffusion is also occur in pure metal. Pure metal ഉണ്ടായിരിക്കാം. But all the atoms exchange positions are the same type. This is termed as self-diffusion. Maybe same atom, ഇപ്പൊ പ്യുവർ മെറ്റലിലാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സെയിം ആറ്റം തന്നെ ആയിരിക്കും എന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇപ്പൊ മേ ബി സൈഡിലുള്ളത് ചിലപ്പോൾ മിഡിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഫേസ് സെന്റേർഡ് ഒരു ആറ്റം ആണെന്നുണ്ടെങ്കിൽ അത് അതിന്റെ മിഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ സ്ട്രക്ചർ തന്നെ ചേഞ്ച് വരും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സെൽഫ് ഡിഫ്യൂഷൻ നോർമലി compositional and the property changes are observed. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫ്യൂഷൻ, സെൽഫ് ഡിഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസിലേ ചേഞ്ച് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. Then next one is diffusion in solids.
The phenomenon of diffusion may be demonstrated with the use of diffusion couple. Diffusion couple വെച്ചിട്ടാണ് നമ്മൾ ഈ diffusion solid analyze ചെയ്യുന്നത്. Okay. Which is formed by joining the bar of two different metals together so that there is initial contact between two phases. Sorry, intimate contact between two phases. ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് തന്നെ രണ്ട് മെറ്റൽസ് നമ്മളിങ്ങനെ എന്താ പറയുക കോണ്ടാക്ട് ചെയ്യണ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഡിഫറെന്റ് മെറ്റൽസ് ആയിരിക്കാം ജോയിൻ ചെയ്ത്. അപ്പൊ അതിലൊരു തെർമൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മേ ബി എന്ത് സംഭവിക്കാം, ഇപ്പൊ ഹീറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടും കൂടിയും തമ്മിൽ ചിലപ്പോൾ ഷ്രിങ്ക് ചെയ്യാം, അത് തമ്മിൽ ഒരു കോണ്ടാക്ട് വരാം, ബോൺസ് എല്ലാം തമ്മിലൊരു അട്രാക്ഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ തെർമൽ ഡിഫ്യൂസിവിറ്റി ആണല്ലോ, ഒരു ടെമ്പറേച്ചറിന്റെ ഒരു ആപ്ലിക്കേഷനിലാണ്, ഹീറ്റ് ആപ്ലിക്കേഷനിലാണല്ലോ ഈ ഡിഫ്യൂഷൻ പ്രോസസ്സ് ഉണ്ടാവുന്നത്. സോ അങ്ങനെ വരുമ്പോ എന്താണ് സംഭവിക്കുക, ഈ രണ്ട് മെറ്റലും കൂടി ജോയിൻ ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഡിഫ്യൂഷൻ കപ്പിൾ എന്ന് പറയുന്നത്. In diffusion couple is heated at extended period at elevated temperature and then cooled at room temperature. Maybe നമുക്ക് കാണാറുണ്ട്, നമ്മളൊരു ഇപ്പോ നമ്മുടെ റൂം ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ തമ്മിൽ ബോണ്ടിങ് ഒന്നും വരില്ല. ബട്ട് ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരു ഹൈ ഹീറ്റിൽ രണ്ടും കൂടി കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യാറില്ലേ, ഒന്ന് ഹീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആ സ്ട്രക്ചർ ഒക്കെ ചേഞ്ച് ആവും, ക്രിസ്റ്റൽ സ്ട്രക്ചറിലെല്ലാം ചേഞ്ച് ആവും. അപ്പൊ അത് ജോയിൻ ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ടു മെറ്റൽസ് ജോയിൻ ചെയ്യും. പിന്നീട് അത് റൂം ടെമ്പറേച്ചറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജോയിൻ ആയിട്ട് തന്നെ ഇതായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, അല്ലേ? ശരിയല്ലേ? So chemical analysis will reveal that the concentration of both metal vary with position. ഓക്കെ, അത് നമുക്കറിയാലോ, കോൺസെൻട്രേഷൻ അതിന്റെ സ്ട്രക്ചറിലൊക്കെ ചേഞ്ച് വരുമ്പോൾ കോൺസെൻട്രേഷനും ചേഞ്ച് വരും. This result indicate that copper atoms have migrated or diffused into nickel. ഒരു ഫിഗർ കാണിച്ചു തരാം. നിക്കൽ ഹാസ് ഡിഫ്യൂസ്ഡ് കോപ്പർ. അതൊന്ന് കാണിച്ചു തരാം. നോക്കൂ, കോപ്പർ നിക്കലും കൂടി കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്, നിക്കലിൽ നിന്ന് ഡിഫ്യൂഷൻ ഓഫ് കോപ്പർ ആറ്റംസ്, ഡിഫ്യൂഷൻ ഓഫ് നിക്കൽ ആറ്റം രണ്ടും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടി ഒരു കോപ്പർ നിക്കൽ അലോയ് ആയിട്ട് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ ആറ്റംസ് എല്ലാം ഇപ്പൊ ഇവിടെയുള്ള നിക്കൽ ആറ്റംസ് എല്ലാം ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇവിടെയുള്ള കോപ്പർ ആറ്റംസ് എല്ലാം ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു അലോയ് ആയിട്ട് ചേഞ്ച് വരികയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോളിഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. റൈറ്റ്? ഓക്കെ, യാ. അതിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ ഇതൊക്കെയാണ് വരുന്നത്. ഇപ്പൊ മേ ബി ഇതിപ്പോ ഒരു കോപ്പറും നിക്കലും കൂടി നമ്മൾ ഇവിടുന്ന് കോപ്പറും നിക്കലും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. റൈറ്റ്? ഓക്കെ, ഇപ്പൊ കോപ്പർ നിക്കലും കൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇത് നിക്കലായിരിക്കും. നിക്കൽ ഇവിടെ 100% ഉണ്ടായിരിക്കും, കോപ്പർ ആണെന്നുണ്ടെങ്കിൽ 0% ഉണ്ടാവും. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ നിക്കലാണ്, നിക്കൽ ഇങ്ങനെ കൂടി കൂടി ഇവിടെ എത്തുമ്പോഴേക്കും 100 ആയിരിക്കും, ഈ പോർഷനിലേക്ക് എത്തുമ്പോഴേക്കും 100 ആയിരിക്കും. അതേപോലെ കോപ്പറിന്റെ കേസ് ആണെന്നുണ്ടെങ്കിലോ, കോപ്പർ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും, കോപ്പർ സ്റ്റാർട്ടിങ്ങില് 100% ഉണ്ടായിരിക്കും, നിക്കൽ 0% ഉണ്ടായിരിക്കും. ഇത് ഒരേ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഐറ്റംസ് എങ്ങനെയായിരിക്കും, എന്താ നോക്കൂ, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. കോപ്പർ ആണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ താഴേക്കായിട്ടും വരുന്നുണ്ടായിരിക്കും. അതിന്റെ ജസ്റ്റ് ഒരു ഫിഗർ ആണ് ഇത്, ജോയിൻ ചെയ്യണം, ഒരു അലോയ് ആയിട്ട് ചേഞ്ച് ചെയ്യണം, ഈ ഫിഗർ ആണ് പറയുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ് നമ്മൾ കാണുന്ന പോലെ തന്നെയാണ്. സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആറ്റംസ് ഒന്നും കൂടെ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല, അത് അതേപോലെ തന്നെ നിൽക്കും. അപ്പൊ 100% ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങോട്ട് പോകുന്തോറും അല്ലേ, ഇവിടെ നിങ്ങോട്ട് പോകുന്തോറും ഇവിടെയുള്ള ആറ്റംസിനല്ലേ ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതിങ്ങനെ കുറഞ്ഞ് അങ്ങനെ വരും. അതുപോലെ ഇവിടെയുള്ള ആറ്റംസിനല്ലേ ഇങ്ങോട്ട് പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. ഈ ലാസ്റ്റ് എൻഡിൽ ഉണ്ടാവുന്ന ആറ്റംസിനൊന്നും ഇത് ചേഞ്ച് ആവാനുള്ള ഒരു ചാൻസ് ഇല്ല. ലാസ്റ്റിലുള്ള ആറ്റംസ് ഒന്നും ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ചാൻസേ വരുന്നില്ല, മറ്റേ ആറ്റംസ് എല്ലാം കഴിയണ്ടേ. സോ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത്. വരയ്ക്കുക. ഇത് ഒരു കാര്യം പറയുമ്പോൾ നമ്മളിത് എക്സാമിന് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഈ പോർഷനിൽ നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് വന്നാലൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം, നിങ്ങൾ ഇപ്പൊ എക്സാം വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഞാൻ മെയിൻ ആയിട്ട് പറയണത്. ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ ഈ പോർഷനിൽ വരുന്നില്ല. ഇല്ല എന്നല്ല പറയുന്നത്, വരുന്നുണ്ട്. പക്ഷെ ഡിഫ്യൂഷൻ ഇപ്പൊ എന്താണ് ഇങ്ങനെ ഫിഗർ വരയ്ക്കാനോ ഇതൊന്നും ചോദിക്കണില്ല. മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം, ഇതൊക്കെയാണ് ഈ മെറ്റലർജി എന്നുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്നവർക്ക് വരുന്നത്. ഈ നിങ്ങള് ബിടെക്കാർക്ക് മാത്രമാണ് ഈ ഒരു പോർഷനിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ്. ഇത് സബ്ജക്ട് തന്നെ ഉണ്ടല്ലോ. ഓക്കെ, റൈറ്റ്. അപ്പൊ ഈ ഒരു ഫിഗർ ഡെഫിനറ്റ്ലി വരച്ചിരിക്കണം. ഓക്കെ, ദെൻ മെക്കാനിസം ഓഫ് ഡിഫ്യൂഷൻ. എന്താ അതിന്റെ മെക്കാനിസം? എങ്ങനെയാണ് ഈ ഒരു ഡിഫ്യൂഷൻ പ്രോസസ് ഉണ്ടാവുന്നത്? ഈ കാര്യങ്ങളൊക്കെയാണ്. ഈ ഡിഫ്യൂഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു സ്റ്റെപ്പ് വൈസ് മൈഗ്രേഷൻ ഓഫ് ആറ്റംസ് ഫ്രം ലാറ്റിസ് സൈറ്റ് ടു ലാറ്റിസ് സൈറ്റ് ആയിരിക്കും ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫ്രം atomic perspective view നോക്കുകയാണെന്നുണ്ടെങ്കിൽ diffusion is just the stepwise migration of atoms from lattice site to lattice site. ലാറ്റിസ് കോൺസ്റ്റന്റ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു ഏരിയയിൽ നിന്ന് അടുത്തതിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഫോർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിഫ്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. എന്തായിരിക്കും? there must be an empty adjacent site. ഓക്കെ, അപ്പോൾ ഒരു പോർഷനിൽ നിന്ന് സപ്പോസ് ഈ ഒരു പോർഷനിൽ നിന്ന് ആറ്റംസ്, ഇവിടെയുള്ള ആറ്റംസ് ഇങ്ങോട്ടും അടുത്ത ഈ ഒരു പോർഷനിലേക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എംപ്റ്റി സ്പേസ് വേണ്ടേ? മേ ബി ഇവിടെ ആറ്റംസ് ഉണ്ടായിരിക്കാം, അതിനിപ്പുറത്തേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ഇവിടെ എവിടെയെങ്കിലും നമുക്കൊരു വാക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാം ഫുള്ളായിട്ട് ഇതിങ്ങനെ ഫിറ്റ് ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പറ്റില്ല. അതേപോലെ തന്നെ ഈ ആറ്റംസ് മൂവ് ചെയ്യാനുള്ള സഫീഷ്യന്റ് എനർജിനാണ് ഈ ഒരു ഇവിടെയുള്ള ഈ ബോണ്ട്, ഇപ്പുറത്തുള്ള ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇതിലേക്ക് പാസ് ചെയ്യാനുള്ള സഫീഷ്യന്റ് എനർജി ഇവിടെ ഉണ്ടായിരിക്കണം. നൈബർ ആറ്റത്തിലേക്ക് പാസ് ചെയ്യാനുള്ള എനർജി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ തെർമൽ എനർജി ഒരു സാധാരണ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താലൊന്നും ഈ ഡിഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല. അതിൽ ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വരുന്ന ഇവിടെയുള്ള ഈ ഒക്കർ ചെയ്യണ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഹീറ്റ് എനർജി നമ്മൾ സപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ ഓക്കെ, എന്നാൽ മാത്രമേ ഈ ഒരു ഡിഫ്യൂഷൻ പ്രോസസ് ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. റൈറ്റ് റൈറ്റ്. The atoms must have sufficient energy to break bonds with neighbor atoms and then cause some lattice distortion during the displacement. Obviously നമുക്ക് അറിയാലോ ലാറ്റിസ് ഡിസ്റ്റോർഷൻ ഉണ്ടാവുമല്ലോ. ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പാസ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലാറ്റിസ് ഡിസ്റ്റോർഷൻ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, the energy is vibrational in nature. ഒരു ഹൈ ലെവലിൽ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒരു വൈബ്രേഷൻ ഒക്കെ ഉണ്ടായിക്കൊള്ളണമെന്നില്ലേ? ഹൈ ലെവലിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കത് ഫീൽ ചെയ്യുന്നല്ലേ പറയുന്നത്. അതിന്റെ ഇൻസൈഡിൽ ഒരു വൈബ്രേഷൻ എനർജി ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. ഓക്കെ, വെറുതെ ഉണ്ടാവില്ലല്ലോ. അതിനാണ് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്തിട്ടാണ് മാക്സിമം ഉണ്ടാവുക. മൈൻ ഓക്കെ, റൈറ്റ്. ദ സ്പെസിഫിക് ടെമ്പറേച്ചർ some small fraction of total number of atoms is capable of diffusive motion by the virtue of magnitude of their vibrational energies, and this fraction increases the rising temperature. ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യണ ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതൊരു എന്തായിരിക്കും? atoms is capable to diffuse motion. atoms എന്തായിരിക്കും? ഒരു മൂവ്മെന്റ് വരാൻ ഡിഫ്യൂസ് ചെയ്യിക്കാനുള്ള ഒരു മോഷൻ ഉണ്ടായിരിക്കണം, ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കണം. അതായിരിക്കും അതിന്റെ ആ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതേപോലെ ഒരു വൈബ്രേഷണൽ എനർജിയും ഉണ്ടായിരിക്കണം. ഓക്കെ, അതേപോലെ ഡിഫറെന്റ് മോഡൽസ് ആണ്. ഇങ്ങനെയൊക്കെയാണ് ഈ ആറ്റംസ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അതല്ലെങ്കിൽ ഡിഫ്യൂഷൻ പ്രോസസ് ചെയ്യണതിന്റെ ഡിഫറെന്റ് മോഡൽസ് ആണ്. മെറ്റാലിക് ഡിഫ്യൂഷൻ, വാക്കൻസി ഡിഫ്യൂഷൻ ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫ്യൂഷൻ. നമ്മൾ ഇതൊക്കെ വാക്കൻസി, ഇന്റർസ്റ്റീഷ്യൽ ഡിഫ്യൂഷൻ ഇതൊക്കെ നമ്മൾ ഡിഫക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ഒരു മൂവ്മെന്റിൽ പറ്റിയ ഡിഫ്യൂഷനിലും വരുന്നുണ്ട്. ഈ ഒരു ഇതിലൊക്കെ തന്നെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇംപ്യൂരിറ്റീസ് വരുമ്പോ അതിന്റെ ഒരു മൂവ്മെന്റ് അതെല്ലാം ഈ ഡിഫ്യൂഷനിൽ വരുന്നതാണ്. നോക്കാം. റൈറ്റ്, വാക്കൻസി ഡിഫ്യൂഷൻ ആണ്. നോക്കൂ,
ഇവിടെ ഈ ഒരു ഇതിൽ ഇവിടെയാണ് വാക്കൻസി വന്നിരിക്കുന്നത്. അപ്പൊ അടുത്തൊരു ഇതിൽ വന്നപ്പോഴേക്കും ഈ ഒരു വാക്കൻസി എന്നുള്ളത് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നത് നേരെ ഇപ്പുറത്തേക്ക് ചേഞ്ച് ആയിരിക്കും. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ചേഞ്ച് ആയിരിക്കും. അതേപോലെ ഈ ആറ്റം നോക്കൂ, ഇവിടെയുള്ള ഈ ഒരു ആറ്റം ഇങ്ങോട്ട് മൂവ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടോ ഇവിടുന്ന് വീണ്ടും എന്ത് ചെയ്തിരിക്കണു, ടോപ്പിലേക്ക് മൂവ് ചെയ്തിരിക്കണം. അങ്ങനെ മൂവ്മെന്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് വാക്കൻസി. അപ്പൊ ഇവിടെയായിരുന്നു ഫസ്റ്റ് വാക്കൻസി എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു, ഈ ആറ്റം ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോ വാക്കൻസി ഇവിടെയാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇവിടുന്നുള്ള ഈ ആറ്റം, ഈ ഒരു പോർഷനിലുള്ള ആറ്റം വീണ്ടും ഇങ്ങോട്ട് മൂവ് ചെയ്തിരിക്കണം. അപ്പൊ വാക്കൻസി എവിടെയായിരിക്കണം, ഇവിടെയാണ്. ഇങ്ങനെയൊക്കെ അറിയണത് നമ്മൾ വാക്കൻസി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ദിസ് മെക്കാനിസം ഇൻവോൾവ് ദ ഇന്റർചേഞ്ച് ഓഫ് ആറ്റംസ് ഫ്രം നോർമൽ ലാറ്റിസ് പൊസിഷൻ ടു ദ അഡ്ജസന്റ് വാക്കന്റ് ലാറ്റിസ് സൈറ്റ് or the vacancy, and the mechanism is termed as vacancy diffusion. Okay, I think നമ്മൾ വാക്കൻസി ഡിഫക്റ്റ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെയുള്ള ആറ്റം, എവിടെയാണ് വാക്കൻസി കാണുന്നത്, ഈ ഒരു ഹൈ ടെമ്പറേച്ചർ കാരണം എവിടെയാണ് വാക്കൻസി കാണുന്നത്, അവിടേക്ക് ഈ ഒരു ആറ്റം മൂവ് ചെയ്യണോ. അതുപോലെ തന്നെ സെയിം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴേക്കും അടുത്ത ആറ്റംസിന് ഒരു മൂവ്മെന്റ് വന്നു, അതിൽ നിന്നുള്ള ഒരു വൈബ്രേഷൻ കാരണം ഈ ഒരു പോർഷനിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ ഇവിടെ വാക്കൻസി വരുന്നു. ഇനി വീണ്ടും ഉണ്ടായിരിക്കാം, ഇപ്പുറത്തുനിന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് വരാം, ഇപ്പുറത്തുനിന്ന് അത് കഴിഞ്ഞ് ഇവിടെ വാക്കൻസി വരും, അത് കഴിഞ്ഞ് ചിലപ്പോൾ ഇപ്പുറത്തുനിന്ന് വീണ്ടും വരാം. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് വന്നുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് വാക്കൻസി ഡിഫ്യൂഷൻ. റൈറ്റ്. ഇന്റർസ്റ്റീഷ്യൽ ഡിഫ്യൂഷൻ. ഇന്റർസ്റ്റീഷ്യൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അതർ ടൈപ്പാണ്. ഇവിടെ നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എല്ലാം പഠിച്ചിരുന്നില്ലേ, ഇതേപോലെ തന്നെയാണ്. ഇപ്പൊ ഇവിടെ അങ്ങനെ ആറ്റംസ്, ഇവിടെ ഒരു ആറ്റം, ഇവിടെ ഒരു ആറ്റം, ഇങ്ങനെ ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അതിപ്പോ ഒരു ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ ഏതെങ്കിലും ഒരു അനദർ ആറ്റം വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു അനദർ ആറ്റം ഉണ്ടായിരിക്കും. ഇത് എന്തായിരിക്കും, ഈ ഡിഫ്യൂഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും, ഈ ഒരു ആറ്റത്തിന്റെ ഈ പൊസിഷൻ ചേഞ്ച് ആയിട്ട് അടുത്തൊരു ഏരിയയിൽ വരുമ്പോൾ ഈ ഒരു ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനദർ വേറെ ഏതെങ്കിലും ഒരു പോർഷനിലായിട്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഈ ഇന്റർസ്റ്റീഷ്യൽ ഡിഫ്യൂഷൻ ഓക്കർ ചെയ്യണത്. വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഈ ഒരു ആറ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. റൈറ്റ്. സോ ദ impurities such as hydrogen, carbon, nitrogen, oxygen, which have the atoms that are small enough to fit into an interstitial position. ഹൈഡ്രജനോ കാർബണോ നൈട്രജൻ ഓക്സിജൻ ഇതൊക്കെ ആയിരിക്കാം ഈ ഒരു ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ വരുന്ന ആറ്റംസ്. ഓക്കെ, ഇത് മേ ബി സെൽഫ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫ്യൂഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇംപ്യൂരിറ്റിയുടെ കേസിലും വരാം. അപ്പൊ ഇംപ്യൂരിറ്റിയുടെ കേസിലാണ് ഇങ്ങനത്തെ ഇത് വരാം. സെൽഫ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിന്റെ പൊസിഷൻ തന്നെ ചിലപ്പോൾ ചേഞ്ച് ആയി വേറെ എവിടെയെങ്കിലും ഒരു പോർഷനിൽ ഇത് ഫിറ്റ് ആയിട്ടുണ്ടായിരിക്കും. ചില മെറ്റലിലൊക്കെ ഉണ്ടായിരിക്കും ഇന്റർസ്റ്റീഷ്യൽ ഡിഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്കൻസി അല്ല, ഒരു പോർഷനിൽ ചിലപ്പോൾ വേറൊരു ആറ്റമുകൾ പൊസിഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, മൈഗ്രേറ്റ് ചെയ്ത് ഒരു ന്യൂ ആറ്റംസിനെ സൈഡിലായിട്ട് ഇങ്ങനെ ഫിറ്റ് ആയിരുന്നു. അതിന്റെ ഫിഗർ കാണിച്ചു തരാം. ഓക്കെ, ഡിഫ്യൂഷൻ ആയിരുന്നത് ഇവിടെ നോക്കൂ, ഇവിടെ ഡിഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആറ്റം ഇങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് ഈ പോർഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഇതൊരു തരം എന്താണ്, ഇന്റർസ്റ്റീഷ്യൽ ഡിഫ്യൂഷൻ. ഇനി ചില കേസിൽ നോക്കൂ, ഈ ആറ്റംസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു സൈഡിൽ നിന്നുള്ള ഒരു ആറ്റം ഇതിന്റെ മിഡിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നോക്കൂ, മൂവ് ചെയ്തിരിക്കുക. ഇത് ഇപ്പുറത്തെ ഏതെങ്കിലും സൈഡിൽ നിന്ന് മൂവ് ചെയ്തിട്ട് ആ ഒരു പോർഷൻ വാക്കൻസി ആയി കാണിച്ചിട്ട് ഇതിലേക്ക് ഇതിന്റെ ഒരു സെയിം ആറ്റം തന്നെയാണ്, ചേഞ്ച് ഇല്ല, ഒരേ സെയിം. ഇപ്പൊ ഈ ആറ്റംസ് എല്ലാം സെയിം തന്നെ. ഇപ്പൊ ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ, ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ, അങ്ങനെയുള്ള സെയിം ആറ്റം തന്നെയാണ്. അപ്പൊ അതിനെ തന്നെ ഇങ്ങോട്ട് ഒന്ന് ചേഞ്ച് ആയിരിക്കും, അതിന്റെ പൊസിഷൻ ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സെൽഫ് ഡിഫ്യൂഷൻ ആണ്. ഓക്കെ, ഇംപ്യൂരിറ്റി ആയിട്ടും ഉണ്ടായിരിക്കാം, സെൽഫ് ആയിട്ടും ഉണ്ടായിരിക്കാം. റൈറ്റ്. ഓക്കെ, then what is fixed law? Fixed law എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Diffusion is the time dependent process, that is the quantity of the element that is transported within another is a function of time.
ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെർമൽ എനർജിയുടെ ആപ്ലിക്കേഷനിലാണ് നമ്മുടെ ഈ ഡിഫ്യൂഷൻ പ്രോസസ് ഉണ്ടാവുന്നത്. അതിന് ടൈമിന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അത് എത്രത്തോളം ടൈമിനനുസരിച്ചിട്ട് അതിങ്ങനെ ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്ര ടൈമിൽ ഒരു ഇതായിട്ട് ഇങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഹൗ ഫാസ്റ്റ് ഇറ്റ് ഈസ് ഡിഫ്യൂഷൻ ഓക്കേഴ്സ്, അതാണ് റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണതാണ് ഈ ഫിക്സ് ലോ വെച്ചിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹൗ ഫാസ്റ്റ് ഡിഫ്യൂഷൻ occurs, what is the rate of mass transfer, അത് കണ്ടുപിടിക്കണം നമുക്ക്. ആ ഒരു റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ അതല്ലെങ്കിൽ ഹൗ ഫാസ്റ്റ് ഡിഫ്യൂഷൻ occurs, ഈ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിക്സ് ലോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, the rate of mass transfer is frequently known as diffusion flux. Diffusion flux, that is represented as J. That is defined as the mass M, mass diffusing through and perpendicular to unit cross-sectional area of solid per unit time. Unit cross-sectional area of solid per unit time. അത് മാത്തമാറ്റിക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. J is equal to, that is diffusion flux equal to 1 by A into dm divided by dt എന്നാണ്. ഇത്രത്തോളം rate of mass transfer divided by unit time, rate of mass, അതാണ്, that is known as heat flux. ഇങ്ങനെയാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. J എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യൂണിറ്റ് എന്താണ്, കിലോഗ്രാം or atoms per meter. Okay, kilogram or atoms per meter squared per second എന്ന് വരും. ഓക്കെ, അതേപോലെ തന്നെ ഡിഫ്യൂഷൻ ഫ്ലക്സ് does not change with the time. ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്താണ്, does not change with the time, that is steady state condition exist ചെയ്യുന്നതാണ്. ഓക്കെ, ഈ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ നമ്മൾ അതിന്റെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും, എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കും, എത്രത്തോളം പ്രഷർ ഉണ്ടായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നവ. മേ ബി ഇത് കോൺസെൻട്രേഷൻ ഓഫ് ഡിഫ്യൂഷൻ, 2 സ്പീസീസ് തമ്മിൽ ഡിഫ്യൂഷൻ ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇപ്പൊ നിക്കൽ കോപ്പർ നിക്കൽ അയലോയുടെ ഒരു ഡിഫ്യൂസ് ചെയ്തിരിക്കുന്നത് ഇത് കാണിച്ചു തന്നില്ലേ, അതേപോലെ തന്നെയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ എത്രത്തോളം ഡിസ്റ്റൻസ് മൂവ് ചെയ്യണത് ആ ഒരു ഡിസ്റ്റൻസും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓരോന്നും ഇപ്പൊ മിക്സ് ആവണം എത്ര പെർസെന്റേജ്, ഇപ്പൊ ഇവിടേക്ക് ഒരു പോയിന്റ് ഇപ്പൊ ഇവിടെ കോൺസെൻട്രേറ്റ് ഇവിടെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എത്ര പെർസെന്റേജ് എക്സ് കമ്പോണന്റ് ഉണ്ടായിരിക്കും, എ കമ്പോണന്റ് ഉണ്ടായിരിക്കും, ഇത്ര പെർസെന്റേജ് ബി കമ്പോണന്റ് ഉണ്ടായിരിക്കും, അതിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ എത്രത്തോളം വരുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. When the concentration C is plotted versus position versus concentration ആണ് ഇത് പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇത് മേ ബി സംടൈംസ് നമ്മളിത് 5 വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യാറുണ്ട്, D5 കോൺസെൻട്രേഷൻ 5 വെച്ചിട്ടും നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, റിസൾട്ടിംഗ് കർവ് ഈസ് ടേംഡ് ആസ് കോൺസെൻട്രേഷൻ പ്രൊഫൈൽ. ഇതാണ് കോൺസെൻട്രേഷൻ പ്രൊഫൈൽ എന്ന് പറയുന്നത്. പലതിലെ ആപ്ലിക്കേഷൻ അടുത്ത ഇതിലേക്ക് ചെല്ലുമ്പോൾ അടുത്ത മൊഡ്യൂളിൽ ഉണ്ടായിരിക്കും. ഇതിൽ ഓരോ പോയിന്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രത്തോളം ഈ എക്സ് കമ്പോണന്റ് ഉണ്ടായിരിക്കും, എത്രത്തോളം വൈ കമ്പോണന്റ് ഉണ്ടായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് മൊഡ്യൂളിൽ നമുക്കത് ചെയ്യാം. ഇവിടെ ഇത് ജസ്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് പറയുക മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, ഈ സ്ലോപ്പ് ആണ് എന്താണ്, ഈ സ്ലോപ്പ് ആണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്, ഈ സ്ലോപ്പ്. റൈറ്റ്. നെക്സ്റ്റ്, ഫിക്സ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദി സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ പ്രോസസ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ, അതായത് പറഞ്ഞ എക്സ് ഡയറക്ഷൻ, ദ ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ concentration gradient, that is J is directly proportional to dou C by dou x. C എന്നല്ലെങ്കിൽ dou x എന്ന് കൊടുത്താൽ മതി, that is negative. നമ്മൾ ആ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടല്ലല്ലോ. അപ്പൊ അതിന് നെഗറ്റീവ് മാർക്ക് കൊടുക്കുന്നത് നമ്മൾ അതിന്റെ ഡയറക്ഷന് വേണ്ടിയിട്ടാണ്. ഡയറക്ഷൻ നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ്. ഓക്കെ, ഇത് ടോപ്പ് ലെവലിൽ നിന്ന് ബോട്ടം ലെവലിലേക്ക് വരികയല്ലേ ചെയ്യുന്നത്. അപ്പൊ J is equal to നെഗറ്റീവ് മൈനസ് ഡി ഇൻറ്റു ഡോ സി ബൈ ഡോ എക്സ് എന്ന് വരും. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പൊസിഷൻ മൂവ് ചെയ്തു, സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ആയിരിക്കും. D is called the diffusion coefficient. So what is diffusion coefficient? This D is the
diffusion coefficient. Right? Okay. So, negative indicate ചെയ്യുന്നത് എന്താണ്? Direction ആണ് indicate ചെയ്യുന്നത്. Okay. Diffusion is from high to low concentration level. Right. So, what is the fixed cycle of diffusion? That is non-steady state diffusion. ഇതാണ് പ്രാക്ടിക്കൽ ആയിട്ട്. ഇപ്പൊ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ലെവൽ വരുന്നത് ഒരൊറ്റൊരു ഇതിലായിരിക്കും. നമ്മുടെ ആ ഒരു ടെമ്പറേച്ചർ എത്രത്തോളം അപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ച് മൂവ് ചെയ്യാറുണ്ടായിരിക്കും. ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ് ചെയ്യാറുണ്ടായിരിക്കും. സപ്പോസ് നമ്മളിപ്പോ ഒരു ഫിഗർ ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കുക. ഇതിപ്പോ പൊസിഷൻ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് എന്നുള്ളത് പൊസിഷൻ ആയിരിക്കും, സി എന്നുള്ളത് കോൺസെൻട്രേഷൻ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഈ ഒരു എന്താ പറയുക ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഇപ്പൊ നമ്മൾ ഈ ടെമ്പറേച്ചർ ഇവിടെ എത്രത്തോളം അപ്ലൈ ചെയ്യാം, അതുപോലെ ടൈം കൺസ്യൂമിങ്ങും ആയിരിക്കാം. അപ്പോൾ ഈ ഒരു ലെവലിൽ വരാം. നമ്മുടെ ഈ ഡിഫ്യൂഷൻ വരുമ്പോൾ ടൈമിനനുസരിച്ച് ഇത് മാറി വരാമല്ലോ. മേ ബി ഇങ്ങനെ വരാം. അത് കഴിഞ്ഞ് അടുത്തൊരു ലെവൽ വരുമ്പോൾ ചിലപ്പോൾ പറയുമ്പോൾ അടുത്തൊരു ലെവലിലായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു കറക്റ്റ് ഒരു ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് വന്നോളണമെന്നില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെയായിരിക്കും ശരിക്കും ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റില്ല. ഓക്കെ. ഡിഫ്യൂഷൻ ഫ്ലക്സ് ആൻഡ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അറ്റ് സം പെർട്ടിക്കുലർ പോയിന്റ് ഇൻ എ സോളിഡ് വാരി വിത്ത് ടൈം. ടൈമിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. വിത്ത് നെറ്റ് ഇൻക്രീസ് ഓർ റിഡക്ഷൻ ഇൻ ദ ഡിഫ്യൂഷൻ സ്പീഡ്. റൈറ്റ്. നെക്സ്റ്റ് കണ്ടോ കോൺസെൻട്രേഷൻ കാണിക്കുന്നത് ഓരോന്നിലും ഓരോ ടൈമിനനുസരിച്ച് ഇങ്ങനെ ഡീവിയേഷൻ ഉണ്ടാവുക. ഓക്കെ. ഇപ്പൊ T3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T3 ആയിരിക്കും ഹയർ ടൈം ഉണ്ടാവുക. അത് കൂടുതലായിരിക്കും T2, T1 അങ്ങനെ 3 ലെവലിലുള്ള കോൺസെൻട്രേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് അനുസരിച്ചുള്ള കോൺസെൻട്രേഷൻ ആണ് ഇതിലിങ്ങനെ കാണിച്ചിരിക്കുന്നത്. റൈറ്റ്. ഓക്കെ. Then dou phi by dou t is equal to d into dou square phi by dou x square. Diffusivity d എന്ന് പറഞ്ഞിട്ട് diffusivity ആയിരിക്കും. t time x is a position, phi is a concentration. Dou phi by dou t temperature ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. dou phi by concentration by dou t is equal to d into dou square phi by dou x square. Right. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. ഇതിന്റെ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അടുത്ത മൊഡ്യൂൾ തുടങ്ങും. അതിനുശേഷം ഒരു ദിവസം പ്രോബ്ലംസും കൂടി തരാം. ഡോണ്ട് ഫോർഗെറ്റ്. ഓക്കെ. നെക്സ്റ്റ്, what are the different application of diffusion? First, determination of diffusion coefficient. Diffusion coefficient നമ്മൾ അത് പറഞ്ഞിരുന്നു. ഇപ്പൊ രണ്ട് മെറ്റൽസ് തമ്മിൽ ഇപ്പോ മേ ബി 2 മെറ്റൽസ് നമ്മൾ ഡിഫ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഇവിടെ പറഞ്ഞതല്ലേ, ഇവിടെ ഇപ്പൊ കോപ്പർ നിക്കൽ അലോയ്സ് ആണെന്ന് വിചാരിക്കും. കോപ്പർ നിക്കൽ അലോയ്, ഇതിപ്പോ കോപ്പർ നിക്കൽ കമ്പൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അത് പ്യുവർ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഡിഫ്യൂഷൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. റൂം ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഡിഫ്യൂഷൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ വി ഹാവ് ടു ഇംപ്രൂവ് ദ തെർമൽ എനർജി. ഹീറ്റ് ചെയ്യാം. വി വിൽ heat the two work pieces, so diffusion will be happen. So നമ്മുടെ ഈ ഒരു diffusion coefficient ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എത്രത്തോളം ഇത് ഒക്കർ ചെയ്യുന്നുണ്ട്, നമ്മളെ എത്രത്തോളം ഡിഫ്യൂഷൻ ഉണ്ട്, ഓരോ പോർഷനിൽ എത്രത്തോളം ഡിഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു കോപ്പർ നിക്കൽ അലോയ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വാല്യൂ വെച്ചിട്ട് തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് വാല്യൂ വെച്ചിട്ട് തന്നെ നമുക്ക് ഓരോ ഇതിൽ വരുന്ന ഇത്ര പെർസെന്റേജ് കോപ്പർ, ഇത്ര പെർസെന്റേജ് നിക്കൽ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അതാണ് നമ്മൾ എന്ത് പറയണത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിഫ്യൂഷന്റെ ഒരു ആപ്ലിക്കേഷനിൽ അതാണ് മെയിൻ ആയിട്ടൊന്ന് വരുന്നത്. ഓക്കെ. അപ്പം നമ്മളിത് ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് ഈ ഒരു പ്രോസസ് ചെയ്യുന്നത്. ദ എഫക്ട് ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഫസ്റ്റ് അറ്റ് ദ ഇന്റർഫേസ് ആൻഡ് ദെൻ പ്രൊസീഡ് ഇൻ ദ ഇന്റീരിയർ ഓഫ് ദ ബാർ. സ്റ്റാർട്ടിങ് നമ്മൾ എവിടെയായിരിക്കും, ഇന്റർഫേസിലായിരിക്കും. ഇപ്പൊ ഡിഫ്യൂസ് ചെയ്യണ ആ ഒരു ഫേസ് പോർഷനിലായിരിക്കും ഫസ്റ്റ് ഡിഫ്യൂഷൻ ഉണ്ടാവുക. അവിടെയായിരിക്കും ഡിഫ്യൂഷൻ റേറ്റും ഹൈ ആയിട്ട് വരുന്നുണ്ടാവുക. അതിനനുസരിച്ച് നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടിരുന്നു, കോപ്പറിന്റെ നിക്കലിന്റെ ഓരോരോ ചേഞ്ച് എല്ലാം കണ്ടിരുന്നു. എത്ര പെർസെന്റേജ് സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും, അതിന്റെ സ്റ്റാർട്ടിങ് പോർഷനിൽ 0 ആയിരിക്കും. നിക്കൽ 100% ആകുമ്പോൾ കോപ്പർ 0 ആയിരിക്കും.
അത് കഴിഞ്ഞ് ഇങ്ങനെ add ചെയ്ത് വരികയല്ലേ ചെയ്യണത്. എന്തായാലും ടോട്ടൽ 100% എത്തും. രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% എത്തും. ഓക്കെ, റൈറ്റ്. ദെൻ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ വരുന്നത് കൊറോഷൻ റെസിസ്റ്റൻസ് ഓഫ് ഡ്യൂറാലുമിൻ. മറ്റേ നമ്മൾ കോപ്പർ നിക്കലിന്റെ കേസിലാണ് പറഞ്ഞിരുന്നത്. അതേപോലെ കൊറോഷൻ റെസിസ്റ്റൻസ് ഓഫ് ഡ്യൂറാലുമിൻ. ഡ്യൂറാലുമിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ അലോയ് ഓഫ് അലുമിനിയം വിത്ത് 4% കോപ്പർ ആയിരിക്കും. ഡ്യൂറാലുമിൻ ഈസ് ദ അലോയ് ഓഫ് അലുമിനിയം വിത്ത് 4% കോപ്പർ. In properly heat treated condition, the alloy has a strength which is several times more than that of the aluminium and light weight. Okay, alloy ആവുമ്പോൾ ഡ്യൂറാലുമിൻ ആണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എന്തായിരിക്കും? സ്ട്രെങ്ത് വളരെ ഹൈ ആയിരിക്കും. വെയിറ്റ് ആണെന്നുണ്ടെങ്കിലോ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ദിസ് widely used in industries. അതുകൊണ്ട് ഇത് ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. Corrosion resistance of duralumin is poor compared to the aluminium. Aluminium നോക്കുമ്പോൾ corrosion resistance എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. Hence, the sheet of the duralumin is sandwiched between thin sheets of pure aluminium. അപ്പോൾ എന്താ നമ്മൾ ചെയ്യണത്? ഇങ്ങനെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സാൻഡ്വിച്ച് ഷേപ്പ് ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു പീസ് ഓഫ് അലുമിനിയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂറാലുമിൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടോപ്പിലായിട്ട് അലുമിനിയം ഷീറ്റ് പോലെ ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എന്താണ്? കൊറോഷൻ റെസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, റൈറ്റ്. The next one is carburized steel. The surface hardening of steel objects to improve their resistance against wear, indentation, etc. is done by carburizing or nitrating. Carburize ചെയ്യുക, അത് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിൽ വരുന്നത് തന്നെയാണിത്. ഇതിനെ ഒന്ന് ജസ്റ്റ് അതിന്റെ ഫേസിനെ ഒന്ന് കാർബറൈസ് അല്ലെങ്കിൽ നൈട്രൈഡിങ് എന്നുള്ള ഓപ്പറേഷൻസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് ചെയ്യണത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിനെ അനീലിംഗ് ചെയ്യാണ് ചെയ്യുന്നത്. അനീലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു കാർബറൈസിങ് മീഡിയം ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ ഈ കാർബൺ ഡിഫ്യൂസ് ചെയ്ത് സ്റ്റീലിന് മുകളിൽ ഒരു കോൺസെൻട്രേഷൻ ലെവലിൽ ഇങ്ങനെ ഇതാവുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർബറൈസിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡീകാർബറൈസേഷൻ ഓഫ് സ്റ്റീൽ. ദാറ്റ് ഈസ് the opposite of carburization is known as decarburization. കാർബൺ ഫോം ലെയർ ഫോം ചെയ്യണതിന് പകരം എന്താ ചെയ്യണത്? കാർബൺ ലോസ് their surface layer of steel. കാർബൺ ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു സർഫസ് ലെയർ ഓഫ് സ്റ്റീലിന്റെ ലോസ് ആവുകയാണ്, കാർബൺ ലോസ് ആവുകയാണ് ചെയ്യുന്നത് ഡ്യൂ ടു ദ ഓക്സിഡൈസേഷൻ ചെയ്യുമ്പോഴാണ്. Oxidizing atmosphere that react with carbon to produce carbon monoxide to carbon dioxide. ഓക്സൈഡുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്? CO2 ഫോം ചെയ്യും. അതാണ് നമുക്ക് ആ ഒരു ലെയർ അവിടുന്ന് ലോസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, the fatigue resistance in the steel is lowered due to decarburization. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വരുന്നുണ്ട്. ഈ ഡീകാർബറൈസേഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടീസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അടുത്ത മൊഡ്യൂളിലാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് വരുമ്പോൾ പറയുന്നുണ്ട്. ഓക്കെ, ദ എക്സ്റ്റെന്റ് ഓഫ് ഡീകാർബറൈസേഷൻ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഫ്രം ദ ഡിഫ്യൂഷൻ ഇക്വേഷൻ. ഓക്കെ, ആൻഡ് പോസ്റ്റ് മെഷീനിങ് ഓപ്പറേഷൻ ക്യാൻ ബി അണ്ടർടേക്കൺ ടു റിമൂവ് ദ ഡീകാർബറൈസിംഗ് ലെയർ. ഈ ഒരു ഡീകാർബറൈസ്ഡ് ലെയർ റിമൂവ് ചെയ്ത ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്കി ഹീറ്റ് മെഷീനിങ് പ്രോസസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന് മുകളിൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു മെഷീനിങ് ഓപ്പറേഷൻ നിങ്ങൾ 4th 5th ഏതെല്ലാം വരുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, ഏത് നിങ്ങളുടെ സെമ്മിലാണ് വരുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. 5th തോന്നുന്നു. അതിൽ ഈ മെഷീനിങ് വരുന്നതിന് ജസ്റ്റ് മുന്നേ ഉള്ള പ്രോസസ്സുകളാണ് മെഷീനിങ് ചെയ്ത് തുടങ്ങിയത്. ഡ്രില്ലിംഗ്, മില്ലിംഗ്, ഗ്രൈൻഡിങ്, ഈ പ്രോസസ്സുകളെല്ലാം ചെയ്യുന്നതിന് മുമ്പേ ഈ മെറ്റലിനെ ഒന്ന് നമ്മൾ ക്ലിയർ ചെയ്യണം. അതിനെ പറ്റി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വർക്ക് വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് തിയറി സബ്ജക്റ്റ് ആവുകൊണ്ട് എത്രത്തോളം നമ്മുടെ തലയിൽ നിൽക്കും എന്നുള്ളത് വളരെ എന്താ പറയുക, എനിക്കത് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ എന്താ പറയാ ബ്രെയിനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്നത്. ഓക്കെ, എന്തായാലും കുഴപ്പമൊന്നുമില്ല, മാർക്ക് കിട്ടുന്ന സബ്ജക്ട് തന്നെയാണ്. അങ്ങനെ തലയിൽ നിൽക്കണില്ല തോന്നുകയാണെന്നുണ്ടെങ്കിൽ തലേദിവസം വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, ഓടിച്ചു വിട്ടാലും മതി. റൈറ്റ്. Then next, doping in semiconductors. Semiconductor devices are doped with small controlled quantities of impurities for obtaining the desired electrical characteristics.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെമി കണ്ടക്ടർ ഡിവൈസിനെ എന്താണ് ഡോപ്പ് ചെയ്യാൻ ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റീസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്യണത്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇംപ്യൂരിറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ഡോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. Okay, the dopant may be diffused into the pure semiconductor crystal from gases atmosphere. ഏതെങ്കിലും ഇപ്പൊ അറ്റ്മോസ്ഫിയറിക് ഗ്യാസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണത്, ഡിഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഡോപ്പന്റ് ആറ്റം ഡിഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെയൊക്കെയാണ് ഈ ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഈ ഡിഫ്യൂഷന്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഓൾ ലൈക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സിലെല്ലാം വരുന്നുണ്ട്. ഇപ്പൊ കാസ്റ്റിംഗ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡിഫ്യൂഷൻ വരുന്നുണ്ട്. അതേപോലെ സിൻഡറിങ് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പല ഏരിയയിലും ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒരുപാട് വരുന്നുണ്ട്. എനിവേ, ദിസ് ഇസ് ദ ലാസ്റ്റ് പോർഷൻ ഓഫ് ദിസ് മോഡ്യൂൾ. എനിവേ, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാണ്ട്, പ്രോബ്ലംസ് നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ഇതിൽ ഞാൻ ചെയ്യിച്ചോളാം. എന്തായിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പോർഷൻ ക്ലോസ് ചെയ്യാം. വേറെ എവിടെയല്ല, നമുക്ക് ഈ ഡിഫ്യൂഷന്റെ ഒക്കെ ഒരു പ്രോബ്ലം ആണ് വരുന്നത്. കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള, അപ്പൊ ഈ കാണുന്ന ഒരു പ്രോബ്ലംസിനൊന്നും അത്ര ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ ചെയ്യും. അതിനേക്കാൾ കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ. എനിക്ക് നോക്കിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. അതും കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ എവിടെ ചില ബുക്സും കൂടി റെഫർ ചെയ്തിട്ട് നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഞാൻ ഇതും കൂടി ഇടാം. എനിവേ, ഇതോട് കൂടിയിട്ട് തിയറി പോർഷൻ ഫുൾ ആയിട്ട് അവസാനിക്കുകയാണ്. എനിവേ, താങ്ക് യു ഫോർ ലിസണിങ് മൈ ക്ലാസ്. താങ്ക് യു സോ മച്ച്.